പുനർനിർമ്മാണത്തിനൊരുങ്ങി പാലക്കാട് കത്തീഡ്രൽ. പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇപ്പോഴുള്ള ദേവാലയത്തിൽ രാവിലെ 6:30 കാനഡ മിസിസാഗ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ ജോസ് കല്ലിവേലിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചു. രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിന്റെ നിർദ്ദേശപ്രകാരം അഭിവന്ദ്യ ജോസ് കല്ലുവേലിൽ പിതാവ് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. ഇടവക വികാരി ജോഷി പുലിക്കോട്ടിലിനും അസിസ്റ്റന്റ് വികാരി സാൻജോ ചിറിയത്തിലിനും ഇടവക അംഗങ്ങൾക്കും പുതിയ ദേവാലയത്തിന് പ്രാർത്ഥനാ ആശംസകൾ നേർന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും ആശ്വസിക്കാനുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ പിതാവേ, നമ്മളുടെ സേവനകാലം പ്രത്യേകമായി ഈ അവസാന ദിവസം നമുക്ക് വേണ്ടി വിശുദ്ധ ചെയ്യുന്ന സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ദൈവസ്ഥലത്തിലെ ഇത്രയും കാലം ദൈവം ചൊല്ലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അറിയിക്കാം. തുടർന്ന് തിരുസ്വരൂപങ്ങളും വിശുദ്ധ ബലിപീഠവും 2 പിതാക്കന്മാരുടെയും വികാരിയച്ഛന്റെയും സാന്നിധ്യത്തിൽ ഇടവകാംഗങ്ങൾ താൽക്കാലിക പള്ളിയിലേക്ക് മാറ്റി. ഇന്നു മുതൽ ജനുവരി 4 വരെ പാരീഷ് ഹാളിൽ വെച്ചായിരിക്കും വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളും നടത്തപ്പെടുന്നത്. ജനുവരി 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി താൽക്കാലികമായി നിർമ്മിക്കപ്പെട്ട ദേവാലയത്തിന്റെ കൂദാശകർമ്മം അഭിവന്ദ്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് നിർവഹിക്കുന്നതും തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പിക്കുന്നതുമാണ്. ദിവ്യബലിക്ക് ശേഷം ജനുവരി 11, 12 തീയതികളിൽ നടത്തപ്പെടുന്ന വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാളിനൊരുക്കമായുള്ള തിരുനാൾ കൊടിയേറ്റം അഭിവന്ദ്യ പിതാവ് നിർവഹിക്കും. UTV ന്യൂസ്, പാലക്കാട്.